Hello everyone, MSc Mathematics first semester റിയൽ അനാലിസിസിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ് ഇന്നത്തെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് എവിടെയാണ്? സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് എന്താണ് കൗണ്ടബിൾ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്ന് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ആക്കുന്നത്. ഓക്കെ, എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ആണ്. ജെ എന്ന് പറയുന്നത് 1 2 3 എക്സെട്ര സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ജെ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ അല്ലേ? അതെ. അപ്പോൾ എ എന്ന് പറയാം എ ഇക്വാലൻ ടു ജെ ആണ് എന്ന് നമ്മൾ കാട്ടി. ആൻഡ് എ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ് എന്ന് നമുക്കറിയാം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എ കൗണ്ടബിൾ ആണ്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് കൗണ്ടബിൾ ആണ് എന്ന് നമ്മൾ കാട്ടിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെ ക്ലാസ്സിൽ. ഓക്കെ, പിന്നെ ഇവിടെ എ എന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ജെ സബ്സെറ്റ് ഓഫ് എ ആണ്, എ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള എ എന്ന് പറഞ്ഞ സെറ്റ് അതിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റിനോട് ഇക്വാലൻ്റ് ആണ് എന്ന് നമുക്കിവിടെ കാണാൻ സാധിച്ചില്ലേ? അപ്പോൾ നമ്മളിതിനെ ജനറലൈസ് ചെയ്തിട്ട് പറയുവാണ്. നോക്കുക, ഇൻഫൈനൈറ്റ് സെറ്റ്സ് ആർ ഇക്വാലൻ ടു വൺ ഓഫ് ഇറ്റ്സ് പ്രോപ്പർ സബ്സെറ്റ് നോട്ട് ഫോർ ഓൾ. അതായത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് എടുത്താൽ അത് അതിൻ്റെ ഏതെങ്കിലും പ്രോപ്പർ സബ്സെറ്റിനോട് ഇക്വാലൻ്റ് ആയിരിക്കും. വൺ ഓഫ് ഇറ്റ്സ് പ്രോപ്പർ സബ്സെറ്റ് ഏതെങ്കിലും, നോട്ട് ഫോർ ഓൾ. ഓക്കെ, ബട്ട് ഫൈനൈറ്റ് സെറ്റ് നോട്ട്. പക്ഷെ ഫൈനൈറ്റ് സെറ്റ് എടുത്താൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നില്ല. ഫൈനൈറ്റ് സെറ്റ് എടുത്താൽ അത് അതിൻ്റെ പ്രോപ്പർ സബ്സെറ്റിനോട് ഇക്വാലൻ്റ് ആയിരിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. ബട്ട് ഫൈനൈറ്റ് സെറ്റ് നോട്ട്, അത് അതിൻ്റെ ഏതൊരു പ്രോപ്പർ സബ്സെറ്റ് എടുത്താലും അത് ഇക്വാലൻ്റ് ആയിരിക്കത്തില്ല ആ സെറ്റിനോട്. ഓക്കെ, ഇനി ഒരു തിയറാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ 2.8 ആണ് തിയറം. എവറി ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എ കൗണ്ടബിൾ സെറ്റ് ഈസ് കൗണ്ടബിൾ. അതായത് ഒരു കൗണ്ടബിൾ സെറ്റ് എടുത്താൽ അതിൻ്റെ ഏതൊരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് എടുത്താലും, എവറി ഇൻഫൈനൈറ്റ് സബ്സെറ്റ്, നമ്മൾ ഏതൊരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് എടുത്താലും ആ സബ്സെറ്റും എന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ, ഈ തിയറം പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഡെഫിനീഷൻ നോക്കാനുണ്ട്. ആ ഡെഫിനീഷൻ ഈ തിയറത്തിൻ്റെ പ്രൂഫിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ നമുക്ക് ആ ഡെഫിനീഷൻ ഒന്ന് നോക്കാം. ഡെഫിനീഷൻ 2.7. ബൈ എ സീക്വൻസ്, നമ്മൾ സീക്വൻസിന്റെ ഡെഫിനീഷൻ ആണ് പറയുന്നത്. ബൈ എ സീക്വൻസ് വി മീൻ എ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് ജെ ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, അതായത് സീക്വൻസ് എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ജെ ആണ്. ജെ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഓക്കെ, ഇഫ് എഫ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് എൻ, ഇവിടെ എൻ നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ജെയിലാണ്. കാരണം ജെയിലാണ് ഈ എഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇഫ് എഫ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് എൻ ഫോർ എൻ ബിലോങ്സ് ടു ജെ, ഇറ്റ് ഈസ് കസ്റ്റമറി ടു ഡിനോട്ട് ദ സീക്വൻസ് എഫ് ബൈ ദ സിമ്പിൾ എക്സ് എൻ. അതായത് ഈ എക്സ് എന്നിനെ നമുക്ക് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ അങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാം. ഈ സീക്വൻസ് എക്സ് എൻ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. സോ the values of f, that is the elements xn, are called the terms of the sequence. ഓക്കെ, ഈ വാല്യൂസിനെ ഈ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ആ സംഭവത്തിനൊക്കെ നമുക്ക് എന്ത് പറയാം? ടേംസ് ഓഫ് ദ സീക്വൻസ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു സീക്വൻസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വി മീൻ എ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് ജെ ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അതിപ്പോൾ എഫ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് എൻ ആണ്, ഇവിടെ എൻ ബിലോങ്സ് ടു ജെ ആണ്. നമുക്ക് സീക്വൻസിനെ ഈ രീതിയിൽ ഡിനോട്ട് ചെയ്യാം. ബ്രാക്കറ്റിൽ കേളി ബ്രാക്കറ്റിൽ എക്സ് എൻ, ഇവിടെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഒക്കെ എക്സെട്ര എന്താണ്? സീക്വൻസ് എലമെന്റ്സ് ആണ്, ടേംസ് ഓഫ് ദ സീക്വൻസ് ആണ്. ഓക്കെ, if A is the set and if xn belongs to A for all n belongs to J, then xn is said to be a sequence in A or a sequence of elements of A. A എന്ന് പറഞ്ഞൊരു സെറ്റ് നമ്മൾ എടുത്തു, അതിലത്തെ എലമെന്റ്സ് വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ആണ് എക്സൻ. എക്സൻ എന്ന് പറയുന്നത് ഏതിലത്തെ എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസിലെ എലമെന്റ്സുകളെല്ലാം തന്നെ ഏതിലത്തെ എലമെന്റ്സ് ആണെങ്കിൽ നമുക്ക് പറയാം എന്ത്? അതൊരു സീക്വൻസ് ആണ് ഇൻ എയിലെ, അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് എലമെന്റ്സ് ഓഫ് എ ആണ് എന്ന് പറയാം. ഓക്കെ, നോട്ട് ദാറ്റ് ദ ടേംസ് ഈ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സെട്ര ഓഫ് എ സീക്വൻസ് നീഡ് നോട്ട് ബി ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നൊന്നുമില്ല. അപ്പോൾ വൺ 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 എക്സെട്ര അങ്ങനെ പോവുകയാണെങ്കിലും അതൊരു സീക്വൻസ് തന്നെയാണ്, ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. സോ since every countable set is the range of a 1-1 function defined on G, we may regard every countable set as the range of a sequence of distinct terms.
അതായത് നമ്മൾ കൗണ്ടബിൾ സെറ്റ് എന്താ നമ്മൾ പറഞ്ഞത്, ഒരു സെറ്റിന് നമ്മൾ എപ്പോഴാണ് കൗണ്ടബിൾ എന്ന് പറയാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് കൗണ്ടബിൾ ആണെന്ന് പറയണമെങ്കിൽ എ റിലേറ്റഡ് ടു ജെ ആയിരിക്കണം. അതായത് എയിൽ നിന്ന് ജെയിലേക്ക് അല്ലെങ്കിൽ ജെയിൽ നിന്ന് എയിലേക്ക് നമുക്കൊരു 1 1 ഓൺ ടു ഫംഗ്ഷൻ മാപ്പിംഗ് കണ്ടുപിടിക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് കൗണ്ടബിൾ സെറ്റാണ്, എ കൗണ്ടബിൾ സെറ്റ് ആണെന്ന് പറയണം. അതായത് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എഫ് എയിൽ നിന്ന് ജെയിൽ നിന്ന് എയിലേക്ക് അല്ലെങ്കിൽ എയിൽ നിന്ന് ജെയിലേക്ക്, അത് 1 1 ഓൺ ടു ആയിരിക്കും. സിൻസ് എവറി കൗണ്ടബിൾ സെറ്റ് is the range of a 1 1 function defined on J. അപ്പോൾ എ എന്ന് പറയുന്ന കൗണ്ടബിൾ സെറ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ എഫ് നമുക്ക് കണ്ടുപിടിക്കാം ജെയിൽ നിന്ന് എയിലേക്ക്. ഓക്കെ, ഈ എഫ് എന്താണ്, 1 1 ഓൺ 2 ആണ്. അപ്പോൾ എ ആണ് നമ്മുടെ ജെയിൽ നിന്ന് എയിലോട്ടാണ് ഫംഗ്ഷൻ പോകുന്നത്, അത് 1 1 ഓൺ 2 ആണ്. അതായത് എഫ് ഓഫ് ജെ ഈക്വൽ ടു എ ആയിരിക്കില്ലേ. ഒന്നും കൂടി പറയാം, അതായത് എഫ് എന്ന് പറയുന്നത് ജെയിൽ എ കൗണ്ടബിൾ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ജെയിൽ നിന്ന് എയിലേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ടായിരിക്കും, അതായത് എഫ് ഫ്രം ജെ ടു എ. ബൈജക്ഷൻ അതായത് ഓൺ ടു ആണെന്ന് വെച്ചാൽ എന്താണ്, എഫ് ഓഫ് ജെ ഈക്വൽ ടു എ ആയിരിക്കും. എ കൗണ്ടബിൾ സെറ്റ് ആണ്, അതാണ് ഇവിടെ പറയുന്നത്. സിൻസ് എവറി കൗണ്ടബിൾ സെറ്റ് ഈസ് ദ റേഞ്ച് ഓഫ് എ 1 1 ഫംഗ്ഷൻ ആണല്ലോ. എഫ് ഓഫ് ജെ എന്ന് പറഞ്ഞ് നമുക്ക് എ ആന്ന് കിട്ടി. എഫ് ഓഫ് ജെ ആന്ന് വെച്ചാൽ എന്താണ്, ആ എഫിന്റെ റേഞ്ച് ആരാണ്, എ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സിൻസ് എവറി കൗണ്ടബിൾ സെറ്റ് ഈസ് ദ റേഞ്ച് ഓഫ് എ 1 1 ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ജെ. അതാണ് ഇവിടെ പറഞ്ഞത്. സെന്റൻസ് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നിയാലും സംഭവം സിമ്പിൾ ആണ്. ഓക്കെ, വി മേ റിഗാർഡ് എവറി കൗണ്ടബിൾ സെറ്റ് ആസ് ദ റേഞ്ച് ഓഫ് എ സീക്വൻസ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. ഇനി ഇവിടെ നോക്കുക, സീക്വൻസിന്റെ ഡെഫിനേഷനിൽ നമ്മൾ എന്താ നോക്കിയത്, സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫംഗ്ഷൻ ആണ് ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് ജെ ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അതായത് ജെയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് എൻ. ഇവിടെ ഞാൻ പറഞ്ഞ കൗണ്ടബിൾ സെറ്റ് എങ്ങനെയാണ്, അതേപോലെ തന്നെയല്ലേ. അതായത് ജെയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ എഫ് ഓഫ് ജെ എന്ന് പറയുന്നത് ഈക്വൽ ടു എ ആയിരിക്കും. അപ്പോൾ എയിലത്തെ എലമെന്റ്സിനൊക്കെ നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ, എഫ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് എൻ, ഈ ഒരു ഫോമിൽ എഴുതാമല്ലോ നമുക്ക്, ആണല്ലോ. അതാണ് ഇവിടെ പറഞ്ഞത്. We may regard every countable set as the range of a sequence of distinct terms. Distinct terms ആയിരിക്കും, കാരണം നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, 1 1 ഓൺ 2 ആണല്ലോ. ഓക്കെ, സ്പീക്കിംഗ് മോർ ലൂസ്ലി, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ എന്ത് പറയാം, we may say that the elements of any countable set can be arranged in a sequence. അതായത് ഒരു കൗണ്ടബിൾ സെറ്റ് എടുത്താൽ അതിലത്തെ എലമെന്റ്സിനൊക്കെ നമുക്ക് സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് എഫ് ഓഫ് 1 ഒരു x1 കണ്ടുപിടിക്കാം, എഫ് ഓഫ് 2 x2, എഫ് ഓഫ് 3 x3, അങ്ങനെ നമുക്കൊരു സീക്വൻസ് ആയിട്ട് എവറി എലമെന്റ്സ്, അതാണ് വി മേ സേ ദാറ്റ് എലമെന്റ്സ് ഓഫ് എനി കൗണ്ടബിൾ സെറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ സീക്വൻസ് എന്ന് നമുക്ക് പറയാം. ആ സെന്റൻസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ സെന്റൻസ് നമ്മൾ 2.8 തിയറത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്, എലമെന്റ്സ് ഓഫ് എനി, അതായത് ഒരു കൗണ്ടബിൾ സെറ്റിലെ എലമെന്റ്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം ഒരു സീക്വൻസ് ആയിട്ട്. ഓക്കെ, ഇനി ഈ തിയറം നോക്കിക്കേ. തിയറം 2.8 ആണ്. എവറി ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എ കൗണ്ടബിൾ സെറ്റ് ഈസ് കൗണ്ടബിൾ. അതായത് ഏതൊരു കൗണ്ടബിൾ സെറ്റ് എടുത്താലും അതിൻ്റെ ഏതൊരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് എടുത്താലും, ഒരു കൗണ്ടബിൾ സെറ്റ് എടുത്തു അതിൻ്റെ ഏതൊരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് എടുത്താലും അത് കൗണ്ടബിൾ ആയിരിക്കും എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, കൗണ്ടബിൾ സെറ്റ്സ് എലമെന്റ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ സീക്വൻസ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പ്രൂഫ് നോക്കാം. ലെറ്റ് എ ബി എ കൗണ്ടബിൾ സെറ്റ് ആൻഡ് ലെറ്റ് ഇ സബ്സെറ്റ് ഓഫ് എ ഈസ് ഇൻഫൈനൈറ്റ്. അതായത് നമ്മളൊരു കൗണ്ടബിൾ സെറ്റ് എടുത്തു, എന്ന് അതിനെ നെയിം കൊടുത്തു, ആൻഡ് നമുക്ക് കാണിക്കാനുള്ളത് ഏതൊരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് അതിൻ്റെ എടുത്താലും അത് കൗണ്ടബിൾ ആണെന്നാണ് കാണിക്കേണ്ടത്. സോ നമ്മളൊരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഈ എടുത്തു, സബ്സെറ്റ് ഓഫ് എ, അത് ഇൻഫൈനൈറ്റ് ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, വി ക്യാൻ അറേഞ്ച് ദ എലമെന്റ്സ് ഓഫ് എ. നമ്മുടെ എ എന്ന് പറഞ്ഞ സെറ്റ് കൗണ്ടബിൾ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൗണ്ടബിൾ സെറ്റ്സിലെ എലമെന്റ്സ് നമുക്ക് സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. എലമെന്റ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ സീക്വൻസ്. അപ്പോൾ വി ക്യാൻ അറേഞ്ച് ദ എലമെന്റ്സ് ഓഫ് എ ഇൻ ദ സീക്വൻസ് xn ഓഫ് ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ്. ഓക്കെ, അതാണ് ഇവിടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. ഒരു കൗണ്ടബിൾ സെറ്റ് എ നമ്മൾ എടുത്തു, അതിൻ്റെ ഒരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഇ എടുത്തു, ആർബിട്രറി ആണ്. സോ നമുക്ക് അതിലത്തെ എ കൗണ്ടബിൾ ആയ കാരണം, സിൻസ് എ കൗണ്ടബിൾ എവറി
since A is countable, we can arrange the elements of A in the sequence xn of distinct elements. ഇനി നോക്കാം, കൺസ്ട്രക്ട് എ സീക്വൻസ് എക്സ് ആൻഡ് കെ ആസ് ഫോളോസ്. നമ്മളൊരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. ലെറ്റ് N1 ബീത നമ്മൾ ആദ്യം എടുത്തത് എയിലെ ഒരു സീക്വൻസ് ആണ് എക്സ് എൻ. ഇനി നമ്മളൊരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. കൺസ്ട്രക്ട് എ സീക്വൻസ് എക്സ് എൻ കെ ആസ് ഫോളോസ്. ലെറ്റ് N1 be the smallest positive integer such that xn1 belongs to E. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എ എന്ന് പറഞ്ഞ കൗണ്ടബിൾ സെറ്റ് ആണ്. ഇ എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റ് ആണ്. അപ്പോൾ എനെ ഏഴത്തെ എലമെന്റ്സ് നമുക്ക് ഈ സീക്വൻസ് ഫോമിൽ എഴുതാം. അപ്പോൾ ഈ സീക്വൻസ് എഴുതുമ്പോൾ ആ സീക്വൻസിലെ ചില എലമെന്റ്സ് ഈലത്തെ എലമെന്റ്സ് ആവുമല്ലോ അല്ലെ, കാരണം സബ്സെറ്റ് ആണല്ലോ. അപ്പോൾ ഏതെങ്കിലും സീക്വൻസിലത്തെ ടേംസ് ഈലത്തെ എലമെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കാം, x1 x3 xy ഈ സീക്വൻസ് നമ്മളിങ്ങനെ എഴുതി x1 x2 x3 എക്സെട്ര അങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ സീക്വൻസ് എടുക്കുമ്പോൾ x1 x3 xy ഈലത്തെ എലമെന്റ്സ് ആണ്. അപ്പോൾ അതിൽ 1 3 5 നോക്കുക, x1 x3 xy അതിൽ ഇൻഡെക്സ് 1 3 5 അതിൽ 1 അല്ലേ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ. x1 ഈലുണ്ട് താനും, x3 ഈലുണ്ട്, x5ഉം ഈലുണ്ട്. പക്ഷേ 1 അല്ലേ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ, സച്ച് ദാറ്റ് x1 ബിലോങ്സ് ടു ഈലാവുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ 1 ആണ് ഇവിടുത്തെ N1. ഓക്കെ, ലെറ്റ് N1 ബി ദി സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ സച്ച് ദാറ്റ് xn1 ബിലോങ്സ് ടു E. നമുക്ക് ഹാവിങ് ചോസൺ N1 N2 എക്സെട്ര Nk മൈനസ്. പിന്നെ നെക്സ്റ്റ് കേസ് നമ്മൾ നോക്കുമ്പോൾ x3 xy നോക്കാം. x3 xyയിൽ x3 അല്ലേ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ. അപ്പോൾ അതാണ് ഇവിടുത്തെ N2. ആ ഒരു ലെവലിലാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഹാവിങ് ചോസൺ N1 N2 എക്സെട്ര Nk മൈനസ് 1 ലെറ്റ് Nk ബി ദി സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ഗ്രേറ്റർ Nk മൈനസ് 1 സച്ച് ദാറ്റ് xnk ബിലോങ്സ് ടു E. ഒന്നുമില്ല, അതായത് ഇപ്പോൾ x10ഉം x11ഉം നമ്മൾ എടുത്തു. ഓക്കെ, കെ ആയിട്ട് x11 ഇരിക്കട്ടെ, കെ മൈനസ് 1 ആയിട്ട് 10 ഇരിക്കട്ടെ. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, കെ ആയിട്ടൊരു എൻ കെ ആയിട്ട് നമുക്കൊരു 11 കൊടുക്കാം, എൻ കെ മൈനസ് 1 ആയിട്ട് നമുക്കൊരു 10 കൊടുക്കാം. അപ്പോൾ x10ഉം x11ഉം ഇവിടെ ഉണ്ട്, ഈലുണ്ട്. x10ഉം x11ഉം ഈലുണ്ട്. പക്ഷെ 10 അല്ലേ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ 11 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ ആ 10 ആണ് ഇവിടുത്തെ Nk മൈനസ് 1. ഇവിടെ 11 നമ്പേഴ്സിൻ്റെ കേസ് ആണെങ്കിൽ ഈ Nk മൈനസ് 1 ആയിരിക്കും 10. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്, കൂടുതൽ കൺഫ്യൂഷൻ അടിക്കേണ്ട. അപ്പോൾ x1 x3 xy നമ്മൾ എടുത്തു. അപ്പോൾ x1 ഈ 3ഉം ഈലുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ആണ് തന്നിരിക്കുന്നതിൽ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ടുള്ള ഇൻഡെക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ N1 ബി ദി സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ സച്ച് ദാറ്റ് xn1 ബിലോങ്സ് ടു E. ആ ഒരു രീതിയിൽ ഫോളോ ചെയ്തു പോവാം. ഹാവിങ് ചൂസൺ N1 N2 എക്സെട്ര Nk മൈനസ് 1 ദാറ്റ് Nk ബി ദി സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ഗ്രേറ്റർ Nk മൈനസ് 1 സച്ച് ദാറ്റ് xnk ബിലോങ്സ് ടു E. പുട്ടിങ് f ഓഫ് k ഈക്വൽ ടു xnk, k ഈക്വൽ ടു 1 ടു എക്സെട്ര n. അതായത് നമ്മൾ k ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ xnk എന്ന് കിട്ടി, k ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ xn2. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ? അതായത് N1 എന്ന് പറയുന്നത് എപ്പോഴാണ് xn1 ബിലോങ്സ് ടു N1 എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ആണ് സച്ച് ദാറ്റ് xn1 ബിലോങ്സ് ടു E. ഇവിടെ 1 എന്ന് പറയുന്നത് k ആണ്. അപ്പോൾ 1 കൊടുക്കുമ്പോൾ നമുക്ക് xn1 കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, 2 കൊടുക്കുമ്പോൾ xn2. അപ്പോൾ നമുക്കൊരു പുട്ടിങ് f ഓഫ് k ഈക്വൽ ടു xnk എന്നുള്ളൊരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊരു 1 1 on 2 ഫംഗ്ഷൻ ആണ് അല്ലെ, നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു 1 2 on 2 ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് k എന്ന് പറയുന്നത് എന്താ 1 ടു എക്സെട്ര n അങ്ങനെ പോവുകയാണ്. അപ്പോൾ k എന്ന് പറയുന്നത് ജെയിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് നമ്മുടെ ഡൊമെയിൻ ആയിട്ട് വരുന്നത്. ആൻഡ് xnk ഈലത്തെ എലമെന്റ്സ് ആണ്. സോ എന്താണ് ഈ ഒരു 1 1 on 2 കറസ്പോണ്ടൻസ് ഉണ്ട്, അതായത് ഈ ഇക്വാലന്റ് ടു j ആയിരിക്കും. Therefore നമുക്ക് എന്ത് പറയാം, E ഈസ് കൗണ്ടബിൾ ആണ് എന്ന് പറയാം.
അതാണ് നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നത്. ഈ ഒരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ആയിരുന്നു എയുടെ. ആ ഇൻഫൈനൈറ്റ് സബ്സെറ്റ് കൗണ്ടബിൾ ആണ് നമുക്ക് കിട്ടി. ഈ ആർബിട്രറി ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. സോ ഏതൊരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് എയുടെ എടുത്താലും എ കൗണ്ടബിൾ ആണ്. നമുക്ക് എന്ത് കിട്ടും? ഒരു കൗണ്ടബിൾ സെറ്റ് തന്നെയാണ് കിട്ടുന്നത്. സോ തിയറത്തിന്റെ പ്രൂഫ് ഇവിടെ അവസാനിച്ചു. താങ്ക് യു.